പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരുപാട് ആളുകൾ കഴിഞ്ഞ ആ ഒരു തീറ്റയുടെ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, എന്താണ് ബിയർ വേസ്റ്റ്? ബിയർ വേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു രൂപം ഇതാണ്. ഇത് വളരെയധികം വെള്ളത്തിൻ്റെ അംശമുള്ള ഒരു സാധനമാണ്. ഇതുണ്ട്, വെള്ളം വീഴുന്നത് കണ്ടോ, വെള്ളം നമ്മൾ നന്നായിട്ട് വീഴും. ഇത് വളരെയധികം വെള്ളത്തിൻ്റെ അംശമുള്ള ഒരു സാധനമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ഇതുണ്ടാക്കി ഇതേപോലെ തന്നെ വരുന്നതാണ്. അതായത് നമ്മൾ ഈ ബിയർ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് കണ്ടൻറ്റാണ്, എല്ലാവർക്കും അറിയാം. മദ്യമാണ്. മദ്യത്തിൻ്റെ ഏകദേശം ഒരു എത്രയോ ശതമാനം, ഒരു 5% 7% അങ്ങോട്ട് ആൽക്കഹോളുള്ള ഒരു ഡ്രിങ്കാണ് ബിയർ എന്ന് പറയുന്നത്. ഈ ബിയർ ഡിസ്റ്റിലറികളുണ്ട്, അതായത് ഈ ലിക്കർ ഡിസ്റ്റിലറീസ് ഉണ്ട്. ലിക്കർ ഡിസ്റ്റിലറീസ് എന്ന് പറഞ്ഞാൽ ലിക്കർ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ ലിക്കർ ഉണ്ടാക്കുന്നത് അതിന് മുമ്പായിട്ട് കുറേ ധാന്യങ്ങളുടെ സ്റ്റാർച്ച് അവരെടുക്കും. ധാന്യങ്ങളുടെ ഗോതമ്പ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, അതുപോലെ ചോളം തുടങ്ങിയവയുടെ സ്റ്റാർച്ചുകൾ അവർ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ സ്റ്റാർച്ച് എടുത്തതിന് ശേഷം വരുന്ന വേസ്റ്റാണ്, അതിൻ്റെ വേസ്റ്റ് ചണ്ടിയാണിത്. അതായത് നമ്മൾ ഈ റോഡ് വക്കിലൊക്കെ നമ്മുടെ ഈ കരിമ്പ് പ്രോസസ്സ് ചെയ്തിട്ട് വെള്ളം തരത്തില്ലേ, ആ ഒരു സാധനത്തിൻ്റെ ചണ്ടി പോലെ വരുന്ന സാധനം. പക്ഷേ ഇത് നമുക്ക് പോൾട്രിയിൽ ഉപയോഗിക്കാം, പോൾട്രിയിൽ കോഴികൾക്ക് ഉപയോഗിക്കാം. ഇതേപോലെ തന്നെ നിങ്ങളൊന്നും ചെയ്യാതെ ഇതേപോലെ നമുക്ക് കോഴികൾക്ക് കൊടുത്താലും വളരെ നല്ല. അതിനകത്ത് ധാരാളം പ്രോട്ടീൻ റിച്ച് ആണിത്. അതുപോലെ തന്നെ പ്രോബയോട്ടിക്കിൻ്റെ റിച്ച് ഉണ്ട്. പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ പ്രോട്ടീൻ കണ്ടൻറ്റായിട്ട് നമുക്ക് തീറ്റയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതേപോലെ നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസോട് കൂടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, വെച്ചേക്കാൻ കഴിയില്ല. എന്നല്ല, വെച്ചേക്കാൻ കഴിയില്ല. ഒരുപാട് നാൾ വെച്ചേക്കാൻ കഴിയില്ല. മാക്സിമം 7 ദിവസം 8 ദിവസത്തിൽ കൂടി ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നുകിൽ ഇത് ഉണക്കി നമുക്ക് സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഇത് നമ്മൾ പോളിത്തീൻ കവറിനകത്ത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം കൂടി, ഒരു 10 ദിവസം വരെയൊക്കെ ഇരിക്കും. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് ഒരുപാട് ആളുകൾ ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പാലക്കാടാണ് ഇതിൻ്റെ ശരിയായിട്ടും, പാലക്കാട് നിന്നാണ് ഈ സാധനം ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ ഈ സാധനം വിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നമ്പർ നിങ്ങൾക്ക് ഓരോ ഏരിയയിലും കിട്ടുന്ന കുറച്ച് 2-3 എനിക്കറിയാവുന്ന ആൾക്കാരുടെയൊക്കെ നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിടാം. അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടും. വളരെയധികം എന്താ പറയുക, ലാഭത്തിന് വളരെയധികം ഗുണമുള്ള ഒരു സാധനമാണ്. ഇത് ഉണക്കി സൂക്ഷിച്ച് വെച്ചാൽ ഒരുപാട് നാളിരിക്കും, അല്ലെങ്കിൽ പോളിത്തീൻ കവറിനകത്ത് വെക്കണം. ഇത് ഫംഗസ് ആയി കഴിഞ്ഞ് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. ഫംഗസ് ആയി കഴിഞ്ഞ് ഉപയോഗിച്ചാൽ കോഴികൾ ചത്തുപോവുകയും ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഫംഗസ് ആവുന്നൊരു സാധനമാണ്. പൂപ്പൽ പിടിച്ചാൽ ഉപയോഗിക്കരുത്. ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ഉപയോഗിച്ചെടുക്കണം. ഇത് നിങ്ങൾക്ക് കുറേച്ചേ ഉപയോഗിച്ചാൽ മതിയെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടൊരു പോളിത്തീൻ കവറിനകത്ത് നന്നായിട്ട് കെട്ടിവെക്കുക. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് കെട്ടിവെക്കേണ്ടതെന്ന്. ഇതേപോലെ ഒരു കവറിനകത്ത് നമ്മൾ ആവശ്യത്തിന്, നമുക്ക് എത്രയാണോ ആവശ്യം, ഇതേപോലത്തെ ഏത് കവറാണേലും നമുക്കൊരു ദിവസത്തേക്ക് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് ബാക്കി ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കീസിനകത്ത് നന്നായിട്ട് ഇടിച്ചുറപ്പിച്ച് ഒട്ടും ഇത് കയറാതെ നന്നായിട്ട് ഇടിച്ചുറപ്പിച്ച് വെക്കുക. ഇടിച്ചുറപ്പിച്ച് വെച്ചതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇത് കെട്ടണം. എയർ കയറരുത്. അത് എന്നിട്ട് ഇത് ഇതേപോലെ മറ്റൊരു കവറിനകത്തിട്ട് നമ്മൾ കെട്ടി സൂക്ഷിച്ച് വെക്കുക. നന്നായിട്ട് കെട്ടി സൂക്ഷിച്ച് വെക്കുക. ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് അധികം നാൾ, ഒരു 10 ദിവസം വരെയൊക്കെ നമുക്കിത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇത് ചെറിയ കവറാണ്, വലിയ കവർ ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇത് വരുന്നത് തന്നെ ഒരു പ്ലാസ്റ്റിക് ഇതിനകത്താണ്. ഇത് വരുന്നത് തന്നെ ഒരു പ്ലാസ്റ്റിക് കീസിനകത്താണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് കീസിനകത്ത് കെട്ടിയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത് ചീത്തയാകാതിരിക്കുന്നത്. പ്ലാസ്റ്റിക് കീസിനകത്ത് കെട്ടിയാണ് വരുന്നത്. ഈ ചാക്ക് നമുക്ക് ഇതുപോലത്തെ ചാക്കിനകത്താണ് വരിക. ഇത് 65 കിലോ ഉണ്ടാവും ഈ സാധനം. അതുകൊണ്ടാണ് ഇത് ചീത്തയാകാതിരിക്കുന്നത് ഇങ്ങനെ കേസിനകത്ത്. അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ഉപയോഗിക്കാം. ഓക്കെ, ഇതാണ് ബിയർ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, താങ്ക് യു.